ഇൻഡിഗോ എയർലൈൻസിനെതിരെ പ്രതിഷേധം ശക്തമാകുമ്പോൾ കേരളം ഓർക്കുന്നത് CPM നേതാവ് EP ജയരാജന്റെ പഴയ വാക്കുകളാണ്. ഇൻഡിഗോ നിലവാരമില്ലാത്ത കമ്പനിയാണെന്നായിരുന്നു അന്ന് EP പറഞ്ഞത്. താൻ അന്ന് പറഞ്ഞതിപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായില്ലേ എന്നാണ് EPയുടെ പുതിയ പ്രതികരണം. മീഡിയ വൺ വോട്ടുപാതയിൽ EP ജയരാജൻ പറഞ്ഞത് കേൾക്കാം. ശ്രീ EP-യുടെ പഴയൊരു ഡയലോഗ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ചയാവുകയാണ്. ഇൻഡിഗോ എയർലൈൻസിന്റെ കാര്യത്തിൽ അതൊരു നിലവാരമില്ലാത്ത കമ്പനിയാണെന്ന് അന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ EP പറഞ്ഞു. ഇപ്പോൾ ഈ യാത്രക്കാരെയൊക്കെ പ്രതിസന്ധിയിലാക്കി അവരുടെ സർവീസുകളൊക്കെ റദ്ദാകുന്നു. ഇപ്പോൾ നാട്ടുകാർ മൊത്തം പറയുന്നു നിലവാരമില്ലാത്ത കമ്പനിയാണെന്ന്. ഇപ്പോൾ കാലത്തിന് മുന്നേ സഞ്ചരിച്ച മഹാനുഭാവനാണെന്നും ഞാൻ പറയില്ല. എനിക്കതിന്റെ ഒരു മഹാനുഭാവനാകേണ്ട യാതൊരു യോഗ്യതയുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ എൻ്റെ അനുഭവങ്ങളാണ് എന്നെ പറയിപ്പിച്ചത്. നിങ്ങൾ ആലോചിച്ചോ, ഒരു വിമാനത്തിൽ ഒരു മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നു. ആ വിമാനത്തിൽ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വിമാനത്തിലൊരു യാത്രക്കാരനായ ഞാൻ ആ അക്രമികളെ പ്രതിരോധിച്ചു. എനിക്ക് ഇൻഡിഗോ കമ്പനി എനിക്ക് അവാർഡ് തരണം. അവരെന്താ ചെയ്ത്? ഈ ആക്രമിക്കാൻ പോയവനെയും എന്നെയും അവർക്ക് ചെറിയ ശിക്ഷ, എനിക്ക് വലിയ ശിക്ഷ, ഞാൻ വലിയ കുറ്റവാളിയാക്കി. അത് കോൺഗ്രസിൻ്റെ ഡൽഹിയിലുള്ള ചില MP-മാർ ഇൻഡിഗോ കമ്പനിയുമായും കേന്ദ്ര ഗവൺമെൻറ്റുമായും ഒക്കെ ചേർന്നുകൊണ്ടെടുത്ത നടപടിയാണെന്ന് എനിക്കറിയാം. അത്തരമൊരു നിലപാട് സ്വീകരിച്ച കമ്പനി എന്താ പറയേണ്ടത്? ഒരു നിലവാരമില്ലാത്ത കമ്പനിയായിട്ട് ഞാൻ അന്ന് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ വിലയിരുത്തി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ എനിക്ക് വിലക്കേർപ്പെടുത്തിയല്ലോ, നിങ്ങളെ വിമാനത്തിലേ ഞാൻ കയറുന്നില്ല എന്ന നിലപാട് ഞാൻ സ്വീകരിച്ചു. പിന്നെ ഞാൻ വിമാനത്തിൽ കയറി. ആ വിമാനത്തിൽ കയറിയത് പ്രത്യേക സാഹചര്യത്തിലാണ്. ഞാനുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരു പാർട്ടി ലീഡറാണ് സീതാറാം. അദ്ദേഹം വിദ്യാർത്ഥി നേതാവായിരിക്കുന്ന അവസരത്തിൽ ഞാൻ DYF-യുടെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റായിട്ട് ഡൽഹിയിലുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് വിദേശയാത്ര നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഏറ്റവും അടുത്ത വ്യക്തിബന്ധങ്ങളും നേതൃബന്ധങ്ങളുമുള്ള അദ്ദേഹവുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ളൊരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ. അദ്ദേഹം മരണപ്പെട്ടു. അവിസ്മരണീയമാണത്. അങ്ങനെ ഒരു ഇങ്ങനെ സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. അപ്രതീക്ഷിതമാണ്. അങ്ങനെ വന്നപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ എത്തണം. കണ്ണൂരിൽ നിന്ന് ഫ്ലൈറ്റില്ല, തിരുവനന്തപുരത്ത് ഫ്ലൈറ്റില്ല, കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റില്ല. ആകെ കോഴിക്കോട് നിന്ന് രാത്രി 11 മണിക്കൊരു ഫ്ലൈറ്റ് ഉണ്ട്. പക്ഷെ അത് ഇൻഡിഗോ ആണ്. എനിക്ക് എത്രയും പെട്ടെന്ന് ഡൽഹിയിലെത്തുക എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള ദൗത്യം. അതുകൊണ്ട് ഞാൻ അന്ന് നടത്തിയ ആ പ്രതിജ്ഞ ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എൻ്റെ മുമ്പിൽ 2 പ്രശ്നമാണ്. എൻ്റെ പ്രതിജ്ഞയുടെ മേലെ ഡൽഹിയിൽ പോകാതിരിക്കണോ അല്ല പോകണോ? ഞാൻ മുൻതൂക്കം കൊടുത്തത് പ്രിയപ്പെട്ട സഖാവ് യെച്ചൂരിയുടെ ഭൗതിക ശരീരം കാണാൻ അവിടെ എത്തണം. അതുകൊണ്ട് ഞാൻ നേരെ കോഴിക്കോട് പോയിട്ട് അപ്പം തന്നെ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ ഫ്ലൈറ്റ് കയറി. അതോടുകൂടി അത് അവസാനിച്ചു. കയറി കഴിഞ്ഞോട് പിന്നെ അത് തീർന്നു. പിന്നെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ആ കമ്പനി അതിൻ്റെ മാനേജ്മെൻറ്റ് തെറ്റായ നിലപാട് സ്വീകരിക്കുന്നു. എന്താ തെറ്റായ നിലപാട്? നിങ്ങളതിൻ്റെ ഫ്ലൈറ്റ് ചാർജ് എത്രയാണ്? വല്ല നിയന്ത്രണമുണ്ടോ? ആരാ നോക്കേണ്ടത്? ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ? ഇന്ത്യ ഗവൺമെൻറ് അല്ലേ? അതുകൊണ്ട് ഇപ്പോഴെങ്കിലും മനസ്സിലായതിൽ വളരെ സന്തോഷം. ഇങ്ങനെ ആകരുത്. വിമാന സർവീസ് എന്നൊക്കെ പറയുന്നത് ഒരു വളരെ ഉത്തരവാദിത്തമുള്ള ഉയർന്ന നിലവാരത്തിലുള്ളൊരു സർവീസാണ്. അതിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കണം.